ഹലോ ഗെയ്സ്, എല്ലാ കൂട്ടുകാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചെറിയ വാഹനവുമായിട്ട് തന്നെയാണ്. മാരുതി സുസുക്കിയുടെ അൾട്ടോ LXi 2017 മോഡൽ വാഹനമാണ്. പെട്രോളില് 1,00,000 കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. നിലവിൽ ആക്സിഡന്റ് ഹിസ്റ്ററിയോ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബുക്ക് പേപ്പർ കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇതിന്റെ ബോഡി ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഒരു ബോഡി ക്വാളിറ്റി ആണ് ഉള്ളത്. അതേ ബ്രേക്ക് ലൈറ്റുകളാണെങ്കിലും നല്ല ഗ്ലേസിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എവിടെയും ഒരു സ്ക്രാച്ച് അതുപോലെ പാച്ച് വർക്കൊന്നും നടന്നതായിട്ട് കാണാൻ കഴിയില്ല. അത്രയും നീറ്റ് ആൻഡ് ക്ലിയർ ആണ്. നല്ല അടിപൊളി വീൽ ചക്രങ്ങളൊക്കെ വെച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ടയറുകളൊക്കെ. ഇതിന്റെ ഇന്ത്യൻ ഭാഗത്തേക്ക് വരുമ്പോൾ ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഉള്ളത്. AC ഒക്കെ അത്യാവശ്യം കൂളിംഗിൽ തന്നെയാണ്. ലെക്സോണിന്റെ ആവറേജ് സീറ്റ് കവറൊക്കെ വെച്ച് അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് സീറ്റൊക്കെ. ഫ്ലോർ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെയാണ് കാണാൻ കഴിയുന്നത്. കമ്പനി തരുന്ന സ്റ്റീരിയോ അല്ല, നമ്മുടെ എക്സ്ട്രാ ഫിറ്റിംഗിൽ വന്നാണ്. ഇതിന്റെ ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ കാണുന്നത്. 1,132 കിലോമീറ്റർ ആണ് ഈ വാഹനം ഓടിയുള്ളത്. പിന്നെ ഇതില് സ്റ്റീരിയോ അതേപോലെ തന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ പാസഞ്ചർ സൈഡ് ആയാലും നല്ല വൃത്തിയായിട്ടുണ്ട്. ഡോറിന്റെ സൈഡ് ഭാഗങ്ങളിലൊന്നും കൂടുതൽ കറ ചളി കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഈ വാഹനത്തിന്റെ ഡിക്കി ഇഞ്ചൻ റൂം നോക്കാം. ഇഞ്ചൻ റൂമിൽ വരുമ്പോൾ അപ്രൈസറിൽ നോക്കുമ്പോൾ കേടുപാടുകളൊന്നുമില്ല. അതുപോലെ തന്നെ അയച്ചുപണി കാര്യങ്ങളൊന്നും നടന്നില്ല. ആക്സിഡന്റ് ആയ വണ്ടികളാണെങ്കിൽ തന്നെയാണ് അവിടെ ഡാമേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് ഈ വാഹനത്തിന് അങ്ങനെ ഒരു വിധത്തിലുള്ള കേടുപാടുകളും ഇല്ല. രണ്ട് അപ്രൈസറിലും നല്ല നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ വ്യക്തമാക്കി കാണിച്ചു തരുന്നുണ്ട്. ഇതിന്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത് ഈ അപ്രൈസർ ഷോക്ക് അബ്സർ വരുന്ന ഭാഗങ്ങൾ തന്നെയാണ്. ഫ്രണ്ടേജ് അലൈൻമെന്റ് പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ തട്ടൽ മുട്ടൽ വണ്ടി വന്ന വാഹനങ്ങൾക്കാണ് അങ്ങനെ കൂടുതൽ കാണുന്നത്. അപ്പൊ ഈ വാഹനത്തിന് അങ്ങനെ ഒരു ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഇതിന്റെ ഡിക്കിരിക്കുന്ന ഭാഗങ്ങളായാലും നല്ല വൃത്തിയായിട്ടുണ്ട്. തുരുമ്പ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു പുതുമയുള്ള വാഹനം പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. സ്റ്റെപ്പിനൊക്കെ ഒരു 75-80% സ്റ്റെപ്പിന് വരുന്നുണ്ട്. ഇതിന്റെ റൂഫ് നോക്കുമ്പോഴും കറ അതുപോലെ തന്നെ പൊടി കാര്യങ്ങളൊന്നും തന്നെ കൂടുതലില്ല. ഈ വാഹനത്തിന്റെ ടയർ ഭാഗങ്ങൾക്ക് വരുമ്പോൾ ഫ്രണ്ടേജ് ടയറൊക്കെ ഒരു ഫുൾ കണ്ടീഷൻ ടയർ ആണെന്ന് തന്നെ പറയാം. ആ ഹെഡ്ലൈറ്റുകൾ നല്ല ഗ്ലേസിംഗ് കൂടിയിട്ടുണ്ട്. പുതിയ വാഹനത്തിന്റെ അതുപോലെ തന്നെയാണ് ഉള്ളത്. ഫ്രണ്ടേജ് ഭാഗങ്ങളില് അടിയില് ലാമ്പ് ലൈറ്റ് ഒക്കെ ഉണ്ട്. നാല് ടയറുകളും അത്യാവശ്യം പുതുമയുള്ള ടയറുകൾ തന്നെയാണ്. ബോഡിയിൽ എവിടെയും ഒരു സ്ക്രാച്ച് ഒന്നും തന്നെ ഇല്ല. ഒരു പുതുമയുള്ള വാഹനം പോലെ തന്നെയാണ് ഇപ്പോഴും കാണുന്നത്. ഈ വാഹനത്തിന് ഇവർ ആഗ്രഹിക്കുന്ന വില എന്ന് പറയുന്നത് 2,75,000 റുപ്യാണ്. ഇത് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾക്ക് ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന ആളാണെങ്കിലോ അല്ലെങ്കിൽ ഈ വാഹനം വാങ്ങിക്കാൻ വരുമ്പോൾ പറയുകയാണെങ്കിലോ നല്ല രീതിയിലുള്ള ഡിസ്കൗണ്ട് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണ പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് കുന്തിപ്പുഴ ഡ്രീംസ് കാർ യൂസ്ഡ് കാർ ഷോറൂമിലാണ്. ഇത് അട്ടപ്പാടി റോഡിലാണ് ഉള്ളത്. മണ്ണാർക്കാട്ട് നിന്ന് അട്ടപ്പാടിയിലോട്ട് പോകുന്ന റോഡിലാണ്. ഒരു സ്കൂളിന്റെ നേരെ എതിർവശത്തുള്ള ഷോപ്പാണിത്. അപ്പോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അൾട്ടോ ഒക്കെ പെട്ടെന്ന് സെയിലായി പോകുന്ന ഒരു വാഹനം തന്നെയാണിത്. ഇത് നെഗോഷ്യബിൾ റേറ്റ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വിളിക്കുക. വിളിക്കേണ്ട നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളൊരു വാഹനം എടുക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലോ എന്റെ ചാനലായ മണ്ണാർക്കാട്ടുകാരൻ 2.0 എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോ നിങ്ങളേക്ക് അപ്ഡേറ്റ് ആയിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ്
ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നത്.